ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട് കസ്റ്റാർഡാണ്. നമ്മൾ കസ്റ്റാർഡ് ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നോമ്പുറക്കുന്ന സമയത്ത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റിയൊരു നിൽക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് വീഡിയോ കണ്ടിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് 2 ക്യാരറ്റ് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേവിച്ച വെള്ളം കളയേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിലാണല്ലോ വേവിച്ചത്. അത് കൂടി ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടാക്കി എടുത്ത പാലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തണുപ്പില്ലാത്ത പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് അടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും മതി. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് അതേപോലെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. ഇതേപോലെ കുറച്ച് കട്ടിക്ക് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലാണ്ടോ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോണത്. നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതാ ഇങ്ങനെ ബാറ്റർ തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അതിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് തണുപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിൾ, വത്തക്ക, പിന്നെ മുന്തിരി, 2 ഐറ്റം മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഷമ്മാമാണ് എടുത്തുള്ളത്. ഷമ്മാമ എപ്പോഴും ഇതിലേക്ക് ചേർക്കുമ്പോൾ നോക്കുക തൊലി നല്ലോണം കളഞ്ഞിട്ട്, വെള്ള കളറുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണ്ടത് ചേർക്കാൻ. അല്ലെങ്കിൽ നമ്മളത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ അത് നോക്കുക. ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പിന്നെ ഷമ്മാമ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് എടുത്ത ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മളെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസസാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കസസ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാതും കൂടി ചേരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ബാറ്റർ മാത്രം തണുപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൽ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതോട്ടെ നല്ല അടിപൊളിയാണ്. ഇത് ആരെങ്കിലും കണ്ടാൽ പറയുക കസ്റ്റാർഡ് ഇല്ലാത്ത ഫ്രൂട്ട് സലാഡാണെന്നുള്ളത്. നമ്മൾ കസ്റ്റാർഡ് ചേർത്തിട്ട് ഇതേപോലെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ്. നമ്മൾ ക്യാരറ്റ് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഇതും. അപ്പോൾ ഇന്നത്തെ ദിവസം നോമ്പ് തുറക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ. ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആണ്, കുഞ്ഞു വീഡിയോ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.